അന്താരാഷ്ട്ര സമുദ്രപാതകളിലും വീണ്ടും സംഘർഷത്തിന്റെ വിനാശകരമായ നിഴൽ വീഴ്ത്തിക്കൊണ്ട് യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ്. കേവലം 48 മണിക്കൂറിനുള്ളിൽ 3 പ്രധാന സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ട വിജയകരമായി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ വെളിപ്പെടുത്തൽ ആഗോള നയതന്ത്ര കേന്ദ്രങ്ങളെയും എണ്ണ വിപണിയെയും ഒരുപോലെ നടുക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 16ഓളം സൗദി കപ്പലുകളെ ബാബ് അൽ മന്ദേബ് കടലിടുക്കിൽ നിന്ന് പിന്തിരിപ്പിച്ചോടിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും ഹൂതികൾ അവകാശപ്പെടുന്നു. സമുദ്രമേഖലയിൽ തങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം യാതൊരു തടസ്സവുമില്ലാതെ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ട് പോവുകയാണെന്ന് യമനിലെ ഹൂതി സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യയുമായോ അവരുടെ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ള ഒരു ചരക്ക് കപ്പലിനെയും ചെങ്കടൽ വഴിയോ ബാബ് അൽ മന്ദേബ് വഴിയോ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന കർശന മുന്നറിയിപ്പും അവർ ആവർത്തിക്കുന്നു. അതിർത്തിയിലെ സമുദ്രപാതകളിൽ മാത്രമല്ല, വ്യോമാതിർത്തിയിലും തങ്ങൾ മേൽക്കൈ നേടുകയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹൂതി വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. സൗദി അറേബ്യയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന അത്യാധുനിക ബൈറക്ടർ അക്കിഞ്ചി ഡ്രോൺ തങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത് വീഴ്ത്തിയതായി അവർ അവകാശപ്പെടുന്നു. തുർക്കി നിർമ്മിതമായ ഈ അത്യാധുനിക ഡ്രോൺ തകർക്കപ്പെട്ടത് സൗദി അറേബ്യയുടെ വ്യോമ നിരീക്ഷണ ശൃംഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാങ്കേതിക തികവുള്ള ഒരു ഡ്രോൺ നിലംപതിച്ചത് ഹൂതികളുടെ പ്രതിരോധ ശേഷി എത്രത്തോളം വളർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് വീണ്ടും ആക്രമണ മേഖലയായി മാറിയത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഒഴുകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ്. കടൽ മാർഗമുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ വൻകിട ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ കപ്പലുകളുടെ സഞ്ചാരപാത മാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് ചരക്കു നീക്കത്തിന്റെ സമയവും ചെലവും വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഇത് ലോകമെമ്പാടുമുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗതത്തിനുള്ള ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയർന്നത് വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകളെ മാത്രം കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ആക്രമണങ്ങൾ പ്രാദേശികമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാമെന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നത് റിയാദിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത്യാധുനിക ഡ്രോണുകളും ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ സമുദ്രത്തിൽ നാശം വിതയ്ക്കുന്നത്. ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂതികൾ ഇത്തരം ആയുധങ്ങൾ സ്വായത്തമാക്കിയത് എന്ന ആരോപണവും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഹൂതികൾ നിരന്തരം നടത്തുന്ന ഈ പ്രകോപനങ്ങൾ മേഖലയിൽ US, UK സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ സഖ്യസേനയുടെ വ്യോമാക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഹൂതികളുടെ പോരാട്ട വീര്യത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. സൗദി അറേബ്യ മുൻപ് യമനിൽ നടത്തിയ ഇടപെടലുകൾക്ക് തിരിച്ചടിയായാണ് ഹൂതികൾ ഈ ഉപരോധത്തെ കാണുന്നത്. തങ്ങളുടെ ഉപരോധം അവസാനിപ്പിക്കണമെങ്കിൽ യമനെതിരെയുള്ള എല്ലാത്തരം സൈനിക നയതന്ത്ര തടസ്സങ്ങളും പൂർണ്ണമായും നീക്കണമെന്നാണ് അവരുടെ ആവശ്യം. കപ്പലുകൾ തിരിച്ചു വിളിക്കേണ്ടി വന്നത് സൗദി നാവികസേനയ്ക്കും സുരക്ഷാ ഏജൻസികൾക്കും വലിയ തിരിച്ചടിയാണ്. ചെങ്കടലിലൂടെയുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ റിയാദിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ ആഗോള സംഘടനകളും അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ എല്ലാം തള്ളിക്കളയുന്ന സമീപനമാണ് ഹൂതി ഭരണകൂടം സ്വീകരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ഈ സംഭവങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട്. മേഖലയിലെ ഇസ്രയേൽ ഇറാൻ പരോക്ഷ യുദ്ധത്തിന്റെ മറ്റൊരു ഘടകമായി ചെങ്കടലിലെ ഈ പോരാട്ടം മാറിയിരിക്കുകയാണ്. യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ കപ്പലുകൾ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ ആലോചിക്കുന്നുണ്ടെങ്കിലും അതിശക്തമായ ഡ്രോൺ ആക്രമണങ്ങളെ കടലിൽ വെച്ച് തടയുന്നത് വൻ വെല്ലുവിളിയാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ തടയാൻ ദശലക്ഷങ്ങൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് വൻ സാമ്പത്തിക നഷ്ടത്തിനും വഴിവെക്കുന്നു. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്ന സുവേസ് കനാലിലേക്കുള്ള പ്രവേശന കവാടമായ ബാബ് അൽ മന്ദേബിലെ അസ്ഥിരത കോവിഡ് കാലത്തിനു ശേഷം മെച്ചപ്പെട്ടു വന്ന ആഗോള വിതരണ ശൃംഖലയെ വീണ്ടും തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ കരുതുന്നത്. ഇത് യമനിൽ വീണ്ടും ഒരു വലിയ വിനാശകരമായ യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം. ഏഷ്യൻ വിപണികളിലേക്ക് ആവശ്യമായ എണ്ണ സമയത്തിന് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ രാജ്യങ്ങളെ അടക്കം അത് പ്രതികൂലമായി ബാധിച്ചേക്കാം.
ഇന്ധനവില വർധനവ് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിന് കാരണമാകും. സാങ്കേതിക വിദ്യയും പരമ്പരാഗത യുദ്ധമുറകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഹൂതികൾ നടത്തുന്ന ഈ നീക്കങ്ങൾ ആധുനിക നാവിക പ്രതിരോധ തന്ത്രങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. വലിയ കപ്പലുകൾക്ക് പോലും സമുദ്രത്തിൽ സുരക്ഷയില്ല എന്ന സ്ഥിതി ആഗോള സുരക്ഷാ ഏജൻസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. ചെങ്കടലിലെ അന്തരീക്ഷം കൂടുതൽ പുകയുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യത മങ്ങുകയാണ്. ശക്തി പ്രകടനങ്ങളുടെ മാത്രം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് മേഖലയെ കൂടുതൽ ദുരന്തത്തിലേക്ക് മാത്രമേ തള്ളിവിടുകയുള്ളൂ എന്ന് വ്യക്തമാണ്.